സാക്ഷര കേരളം, എല്ലാവർക്കും സ്വർഗം, ഇവിടം സ്വർഗമാണ്, കേരളമാണ് ഇന്ത്യയിലെ സ്വർഗം. പക്ഷേ 3 കുട്ടികളെ അടക്കം ചെയ്യാൻ സ്വന്തമായി സ്ഥലമില്ല. എന്ത് കേരളം? എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നത്? എന്ത് കമ്മ്യൂണിസം, എന്ത് കോൺഗ്രസിസം? നിയമങ്ങൾ ഉണ്ടായില്ലേ? മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അടുക്കള പൊളിച്ചും അമ്മിക്കല്ല് ഇളക്കിയുമാണ് കുഴിമാടങ്ങൾ ഉണ്ടാക്കുന്നത്. എന്ത് ദരിദ്രാവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇവിടെയാണ് താഴെ കിടപ്പവരെ തൽക്കാൽപതേ ധർമ്മം എന്ന് പറയുന്ന വൈകുണ്ഠസ്വാമിയെ ഞങ്ങൾ ഓർമ്മിക്കുന്നത്. ഈ മണ്ണിൽ, ഈ സ്റ്റേജ് കിട്ടിയിരിക്കുന്ന ഭാഗത്ത് ഇവിടെ അദ്ദേഹം അറസ്റ്റ് വരിച്ച് കുതിരയുടെ കാലിൽ കെട്ടിവലിച്ച് കന്യാകുമാരി മുതൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? സമത്വം എന്ന ആശയം 1836 സംഭാവന ചെയ്തതിന്റെ പേരിൽ, സമപന്തി ഭോജനം കന്യാകുമാരിയിൽ സംഘടിപ്പിച്ചതിന്റെ പേരിൽ, ഇവിടുത്തെ അന്നത്തെ സ്വാതി തിരുനാൾ മഹാരാജയുടെ നിർദ്ദേശപ്രകാരം വലിച്ചിടക്കപ്പെട്ട് കൊണ്ടുവന്ന് ഇവിടെ ചിങ്കാരത്തോപ്പ് ജയിൽ 112 ദിവസം കിടന്നു. ആർക്കു വേണ്ടി? സാമൂഹ്യ നീതിക്ക് വേണ്ടി, അസമത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി. 24 ലക്ഷം ആൾക്കാരെ ഈ നാഷണൽ ഹൈവേ 17-ന്റെയും 47-ന്റെയും ഓരങ്ങളിൽ നിന്ന് തെരുവിലേക്ക് കാട്ടിയിറക്കി അവരുടെ സർവസ്വവും നശിപ്പിച്ച് മൂന്നാറിൽ നടത്തിയതുപോലെ JCB കൊണ്ട് കയറ്റിയിറക്കി ഒരു ദേശീയപാത വികസനം നടത്താമെന്ന് മന്ദബുദ്ധികളായ കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ വിചാരിച്ചു. ഇത് നേരത്തെ മനസ്സിലാക്കിയ ആക്ഷൻ ഫോറം സൈറ്റിൽ നിന്നും ഇതിന്റെ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്തു. അത് നോട്ടീസ് മുഖേനയും ഓരോ കൊച്ചു കൊച്ചു യോഗങ്ങൾ മൂലവും ജനങ്ങളിലേക്ക് എത്തിച്ചു. കാരണം മാധ്യമങ്ങളെല്ലാം ഇതിന് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അവരെല്ലാം മറ്റാരെയോ ഭയക്കുന്നത് പോലെയായിരുന്നു. അധികാരി വർഗം, മുഖ്യധാര രാഷ്ട്രീയക്കാർ എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളിലും ജനകീയ വികാരങ്ങളെ മാനിക്കാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസരം. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുന്നില്ല. അതിനെതിരെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുദ്രാവാക്യങ്ങളുടെ സാമീപ്യം കൊണ്ടും ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ശുദ്ധത കൊണ്ടും